arrangement of actin and myosin in myofibril. Okay, ഞാനിവിടെ ഓൾറെഡി അതിൻ്റെ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ എങ്ങനെയാണ് കേട്ടോ. ഈ മയോഫൈബ്രിലിൽ ആക്റ്റിനും മയോസിനും എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് വേയിൽ അറേഞ്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. So here we can say the myosin filament, it is present in the center region. Alternately the actin filaments are present. ഈ thick ആയിട്ട് കാണിച്ചിട്ടുള്ള മയോസിൻ ആണ്, തിൻ ആയിട്ട് കാണിച്ചിട്ടുള്ള ആക്റ്റിൻ ഫിലമെന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ഒരു നെക്സ്റ്റ് ഇതിൽ നോക്കിക്കേ, അടുത്ത ഒരു സാർക്കോമിയർ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് കൺട്രാക്ടൈൽ യൂണിറ്റിൽ നമ്മൾ നോക്കിയാൽ ഈ ലൈറ്റ് ബാൻഡിന്റെ നേരെ ഒരു ഡാർക്ക് ബാൻഡും അതുപോലെ തന്നെ ഡാർക്ക് ബാൻഡിന്റെ നേരെ ഒരു ലൈറ്റ് ബാൻഡും ആണ്. അതാണ് നമ്മൾ പറഞ്ഞ alternate arrangement of light and dark bands എന്ന് പറഞ്ഞു കേട്ടോ. So here we can see the actin and myosin filament or the light and dark bands, it is arranged alternately and parallelly longitudinally throughout the myofibril. Myofibril throughout നമുക്ക് ഇതേപോലെ ഒരു അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. So here we can see the myosin, it is actin, it is overlapping certain region of myosin അല്ലെ. ആ മയോസിനെയും കൂടി കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട് അല്ലെ. So here this much region it will be looking in dark color, that is called as A band. A band is nothing but anisotropic band കേട്ടോ. Now if we see this region, ഇവിടുത്തെ ലൈറ്റ് ബാൻഡും ഇവിടുത്തെ ലൈറ്റ് ബാൻഡും ഇവിടുത്തെ ആക്റ്റിനും മാത്രമേ കാണുന്നുള്ളൂ അല്ലെ. So that is held together by an Z line. This Z line, it is an elastic fiber. ഒരു ഇലാസ്റ്റിക് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ത് Z line എന്ന് പറയുന്നത്. സോ ഈ രണ്ട് തിൻ ഫിലമെന്റ്സിനെ തമ്മിൽ അല്ലെങ്കിൽ ആക്റ്റിൻ ഫിലമെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഇലാസ്റ്റിക് ഫൈബർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് Z line, and we can see where only thin actin filament is present, that is called as I band or isotropic band. ആ റീജിയൻ ആണ് നമുക്ക് ലൈറ്റ് ആയിട്ട് കാണുന്നത്. അതേപോലെ നമുക്ക് കാണാൻ പറ്റും എ ബാൻഡിന്റെ സെന്റർ റീജിയനിൽ ഓൺലി മയോസിൻ ഈസ് പ്രസന്റ്, ദാറ്റ് റീജിയൻ വി വിൽ കോൾ ആസ് എച്ച് സോൺ. എച്ച് സോൺ എന്നാണ് അതിന്റെ സെന്റർ ഭാഗത്തിൽ നമുക്ക് നമ്മൾ പറയുന്നത്. അതായത് ആക്റ്റിൻ ഫിലമെന്റ് ഓവർലാപ്പ് ചെയ്യാത്ത മയോസിൻ ഫിലമെന്റിന്റെ സെന്റർ ഭാഗത്തുള്ള പോർഷന് പറയുന്ന പേരാണ് എച്ച് സോൺ. ആ മയോസിൻ ഫിലമെന്റിനെ അതിനെ സെന്ററിൽ പിടിച്ചു നിർത്തുന്നത് എം ലൈൻ ആണ് കേട്ടോ. ഈ എം ലൈൻ ഈസ് എ ഫൈബ്രസ് മെംബ്രെയിൻ. ഇത് ഒരു ഫൈബ്രസ് മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് എം ലൈൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ മയോസിൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെന്റർ റീജിയൻ ആൻഡ് ഇറ്റ് ഈസ് ഹെൽഡ് by M line, that is nothing but fibrous membrane, and we can see here the A band, it is the region where both light and dark bands are present. I band is the region where only light band is present or actin is present, and here we can see the I band of the two sarcomeres. In sarcomere എന്താണ് വെച്ചാൽ see here one contraction unit, ഒരു contraction നടക്കുന്ന ഒരു യൂണിറ്റ്, അതായത് ആ രണ്ട് Z ലൈൻ ഇടയ്ക്കുള്ള ആ ഒരു റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് സാർക്കോമിയർ. അടുത്ത സാർക്കോമിയറിലേക്ക് ഈ ആക്റ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആക്റ്റിൻ മാത്രം കാണുന്ന ആ ഒരു റീജിയൻ നമ്മൾ പറയുന്നതാണ് ഐ ബാൻഡ് എന്ന് കേട്ടോ. സോ ഹിയർ ദിസ് മച്ച് യു ഹാവ് ടു റിമെമ്പർ ഇൻ യുവർ മൈൻഡ് കോമൺലി ആക്റ്റിൻ ആൻഡ് മയോസിൻ ഹൗ ഇറ്റ് ഈസ് അറേഞ്ച്ഡ്. എങ്ങനെയാണ് ആക്റ്റിനും മയോസിനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഓൾട്ടർനേറ്റ് മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഓൾട്ടർനേറ്റ് മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ എ ബാൻഡും ഐ ബാൻഡും കാണാൻ പറ്റും. എ ബാൻഡിൽ ഈ ആക്റ്റിനും മയോസിനും രണ്ടും കൂടി ഒരുമിച്ച് കാണുന്ന റീജിയനാണ് എ ബാൻഡ്. എ ബാൻഡിന്റെ സെന്റർ റീജിയനിലെ മയോസിൻ മാത്രമുള്ള റീജിയനെ എച്ച് സോൺ എന്ന് പറയും. ആ മയോസിൻ മാത്രം അതിന്റെ സെന്റർ റീജിയനിൽ ഹെൽഡ് ചെയ്യുന്നത്, അതിനവിടെ പിടിച്ചു നിർത്തുന്നത് എം ലൈൻ ആണ്. എം ലൈൻ ഈസ് എ ഫൈബ്രസ് മെംബ്രെയിൻ ആൻഡ് വി ക്യാൻ സി this actin, it is held in the isotropic band region. Actin isotropic band region ല് രണ്ട് സാർക്കോമിയേഴ്സിന്റെ സെന്ററിലായിട്ട് പിടിച്ചു നിർത്തുന്ന Z ലൈൻ ആണ്. That Z line, it is made with elastic fiber, and this is the region in between the two Z line we will call as one contractile unit, that is called as a sarcomere. Okay, so A zone എന്താന്ന് മനസ്സിലായി, I zone എന്താന്ന് മനസ്സിലായി, H zone എന്താന്ന് മനസ്സിലായി, Z line എന്താന്ന് മനസ്സിലായി, അതുപോലെ M line നമ്മൾ പഠിച്ചു. Now we have to study the detailed structure of this actin and myosin. ഇനി നമ്മൾ ആക്റ്റിന്റെയും മയോസിന്റെയും ഡീറ്റെയിൽ സ്ട്രക്ചർ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. The actin is a fibrous actin, or fibrous tissue ആണ്. Filamentous, not fibrous, filamentous actin. Filament പോലെയാണ് കാണാം.
ആ ആക്റ്റിൻ ഉണ്ടാക്കിയേക്കുന്നത് ഓരോ മോണോമറിനെയും നമ്മൾ ഗ്ലോബുലാർ ആക്റ്റിൻ എന്ന് പറയും. ജി ആക്റ്റിൻ, എഫ് ആക്റ്റിൻ. ജി ആക്റ്റിൻ ഈസ് ഇറ്റ്സ് മോണോമർ ആൻഡ് എഫ് ആക്റ്റിൻ ദാറ്റ് ഈസ് ദ ഫിലമെന്റസ് ആക്റ്റിൻ. ഉണ്ട്, ഇതിനകത്ത് ഓരോ മുത്തു പോലെ ഇങ്ങനെ കാണിച്ചേക്കുന്നതാണ്. ആ ഓരോ മുത്തും എന്താണ്? ഗ്ലോബുലാർ ആക്റ്റിൻ ആണ് കേട്ടോ. നമ്മളൊരു മുത്തുമാല ഇങ്ങനെ പിരിച്ച് പിരിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു സ്ട്രക്ചറാണ് ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ബീഡ്സ് അറേഞ്ച് ചെയ്തേക്കുന്നു. ഇതേപോലെ ഇങ്ങോട്ടും ബീഡ്സ് അറേഞ്ച് ചെയ്തേക്കുന്നു. ദാറ്റ് ഈസ് മെയ്ഡ് വിത്ത് ഗ്ലോബുലാർ ആക്റ്റിൻ ആൻഡ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് എ ഫിലമെന്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിലമെന്റസ് ആക്റ്റിൻ. ഈ ഫിലമെന്റസ് ആക്റ്റിന്റെ മേലെ കൂടെ ഒരു പ്രോട്ടീൻ പോകുന്നുണ്ട്. ആ പ്രോട്ടീൻ നമ്മൾ ട്രോപ്പോമയോസിൻ എന്ന് പറയും. ആ ട്രോപ്പോമയോസിൻ എന്ന് പറയുന്നത് ഞാനിവിടെ റോപ്പ് പോലെ വരച്ചു വെച്ചേക്കുന്ന, വള്ളി പോലെ വരച്ചു വെച്ചേക്കുന്ന പ്രോട്ടീൻ ആണ് കേട്ടോ ട്രോപ്പോമയോസിൻ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോമയോസിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ആക്റ്റിന് ചില ബൈൻഡിങ് സൈറ്റുകളുണ്ട്. മയോസിൻ ബൈൻഡ് ചെയ്യാൻ പാകത്തിന് ആക്റ്റിന് കുറച്ച് സൈറ്റുകളുണ്ട്. ആ സൈറ്റിനെയൊക്കെ മൂടി വെക്കുക എന്നുള്ളതാണ് ട്രോപ്പോമയോസിന്റെ ഫംഗ്ഷൻ. ആ ട്രോപ്പോമയോസിനെ എക്സാക്ട്ലി ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് മാസ്ക് ചെയ്യത്തക്ക രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുന്ന വേറൊരു പ്രോട്ടീനാണ് ട്രോപ്പോനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ആ ട്രോപ്പോനിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ട്രോപ്പോമയോസിനെ വലിച്ച് പിടിച്ച് അതിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇങ്ങനെ എവിടെ അറേഞ്ച് ചെയ്യും? ഫിലമെന്റസ് ആക്റ്റിനിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ ആ ഫിലമെന്റസ് ആക്റ്റിനിൽ എവിടെയൊക്കെയാണോ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉള്ളത് അതൊക്കെ മാസ്ക് ചെയ്യത്തക്ക രീതിയിൽ, അതൊക്കെ മറച്ചു പിടിക്കുന്ന രീതിയിലായിരിക്കും ട്രോപ്പോമയോസിനെ ഫിലമെന്റസ് ആക്റ്റിന്റെ മേലെ അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ ആ മൂന്ന് പ്രോട്ടീന്റെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ, പൊസിഷൻ മനസ്സിലായല്ലോ. സോ ഹിയർ ദിസ് ഇസ് ദ ഫിലമെന്റസ് ആക്റ്റിൻ. ഫിലമെന്റസ് ആക്റ്റിൻ ഇറ്റ് ഈസ് covered by tropomyosin. Tropomyosin it will cover the actin binding site and troponin will position the tropomyosin exactly on the actin where the myosin is getting bound. Okay, ഇതാണ് ഈ ആക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മയോസിൻ നോക്കാം. മയോസിൻ ഇറ്റ് സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് ആസ് മീറോമയോസിൻ. ഇതിന്റെ ഒരു സിംഗിൾ യൂണിറ്റിന് നമ്മൾ എന്ത് പറയും? മീറോമയോസിൻ എന്ന് പറയും. ഈ മീറോമയോസിന് രണ്ട് ഭാഗമുണ്ട്. ഒരു ടെയിൽ റീജിയൻ ഉണ്ട്. ടെയിൽ റീജിയൻ ആണ് ഈ കാണുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് ലൈറ്റ് മീറോമയോസിൻ. This is called as light myromyosin. ഈ ഒരു പോർഷൻ നമ്മൾ ഹെവി മീറോമയോസിൻ എന്ന് പറയും. This is called as heavy myromyosin. ഈ light myromyosin that is a tail region. Light myromyosin എന്താണ്? ഒരു tail region ആണ്. Heavy myromyosin it has a head and arm. ഈ heavy myromyosinന്റെ രണ്ട് പാർട്ടാണ് head region and arm region. ഓക്കെ, ഈ ഹെഡ് റീജിയനിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ATP ബൈൻഡിങ് സൈറ്റ് ആൻഡ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. ഇവർക്ക് ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്. ഇത് വർക്ക് ചെയ്യാത്തപ്പോഴും ATP ബൈൻഡിങ് സൈറ്റിൽ ATP ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. ആ ATP ഹൈഡ്രലൈസ് ചെയ്യില്ല. ATP എന്താണ്? എനർജി കറൻസിയാണ് അല്ലെ. ആ എനർജി കറൻസി ബ്രേക്ക് ഡൗൺ ചെയ്താലാണ് എന്തുണ്ടാവുള്ളൂ? എനർജി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു എൻറ്റർ ഇൻ ടു ഇറ്റ്സ് ആക്ച്വൽ ആക്ടിവിറ്റി. അതിന്റെ ശരിക്കുള്ള ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ATP ഹൈഡ്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹിയർ വി ക്യാൻ സി this myosin, it will be having an ATP binding site, it will be bound with an ATP molecule. ഇനി ഈ ഇവർക്ക് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിന് എവിടെയാണ് ബൈൻഡ് ചെയ്യേണ്ടത്? ആക്റ്റിന്റെ ഒരു ട്രോപ്പോമയോസിൻ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ആക്റ്റീവ് റീജിയൻ ഉണ്ടല്ലോ, അവിടെയാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. അത് ട്രോപ്പോമയോസിൻ ഓൾറെഡി കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറെ മെക്കാനിസംസ് നടക്കുന്നുണ്ട്. ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് മസിൽ. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് അതിന്റെ സ്ട്രക്ചർ പഠിച്ചതാണ് കേട്ടോ. സോ അറേഞ്ച്മെന്റ് ഓഫ് ദിസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ in the myofibril we said, and we have studied the structure of actin and myosin. Actin, it has three different types of protein, that is filamentous actin, which is a polymer of globular actin, and we can see tropomyosin, it is a rope-like structure which will mask the active binding site of actin, and we can see troponin, it will keep the tropomyosin in the exact position, and this one myosin, its single unit is called as myromyosin. Myromyosin രണ്ട് region ഉണ്ട്, light myromyosinum heavy myromyosinum. ലൈറ്റ് മീറോമയോസിൻ എന്ന് പറയുന്നത് അതിന്റെ ടെയിൽ റീജിയൻ ആണ്. ഹെവി മീറോമയോസിൻ എന്ന് പറയുന്നത് അതിന്റെ ആമും അതുപോലെ തന്നെ ഹെഡും ആണ്. ഹെഡ് റീജിയനിൽ ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്. നൗ വി വിൽ സീ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദീസ് മസിൽ ഫൈബർ. എങ്ങനെയാണ് മസിൽ ഫൈബർ ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
So here, to study the mechanism of action of this muscle fiber, ഞാൻ ഇതിൻ്റെ ഈ ഒരു അറ്റം മാത്രം മായ്ച്ചു കളയാം കേട്ടോ, മായ്ക്കുന്നുണ്ട്. See, the skeletal muscle, it will receive the message from the nervous system. Nervous system വഴിയാണ്, അതായത് വോളണ്ടറി മസിൽ ആണ് അതല്ലേ. അപ്പോൾ the nervous system, it will convey the message to the muscle, and there muscle, when it nervous system or neuron, when it is coming to the junction of, see, this is the, you just imagine, this is the muscle fiber. ഇവിടെ ഒരു muscle fiber ആണ് ഈ കാണുന്നത്. So here, this is the region from where the message is coming from the neuron. ന്യൂറോണിൽ നിന്ന് മെസ്സേജ് വരുന്ന റീജിയൻ ആണ് ഈ കാണുന്നത് കേട്ടോ. സോ ഹിയർ ദിസ് ഈസ് ദ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദ ന്യൂറോൺ ആൻഡ് മസിൽ ഓർ ദ സാർക്കോലെമ. സാർക്കോലെമ എന്ന് പറയുന്നത് എന്താ, മസിൽ ഫൈബറിന്റെ ഔട്ടർ മെംബ്രെയിൻ ആണ് അല്ലെ. സോ ദ മസിൽ ഫൈബർ മെംബ്രെയിൻ വിൽ റിസീവ് ദ മെസ്സേജ് ഫ്രം ദ neuron. That neuron we will call as motor neuron because it is giving the message to the skeletal muscle. Skeletal muscle ന്റെ മെസ്സേജ് കൊടുക്കുന്ന ന്യൂറോൺ നമ്മൾ പറയുന്ന പേരാണ് motor neuron, and this motor neuron will be having them some synaptic vesicles in that which will be containing the neurotransmitter. ഇതിനകത്ത് neurotransmitter like acetylcholine ഒക്കെ പോലത്തെ neurotransmitter ആയിരിക്കും അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. So when the stimulation comes through this motor neuron to give the message to this muscle fiber, this neurotransmitter, it will be released to the gap in between the ന്യൂറോൺ ആൻഡ് മസിൽ ഫൈബർ. മസിൽ ഫൈബറിന്റെ ന്യൂറോണിന്റെ ഇടയിലുള്ള ഗ്യാപ്പിന് നമ്മൾ പറയുന്നതാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ദിസ് ഈസ് കോൾഡ് ആസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇതിന് പറയുന്ന വേറൊരു പേരാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. Okay, so here we can see the neurotransmitter, it will be released to the sarcolemma region. ഈ sarcolemma regionലേക്ക് റിലീസ് ചെയ്ത ന്യൂറോട്രാൻസ്മിറ്റർ സാർക്കോലെമയുടെ പുറത്ത് ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കുമ്പോൾ ഫ്രം ഔട്ട്സൈഡ് ദ കാൽഷ്യം അയോൺസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് പമ്പിങ് ഓർ ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് ടുവേർഡ്സ് ദ സാർക്കോപ്ലാസം. അപ്പൊ കുറേ കാൽഷ്യം ഇങ്ങോട്ട് മൂവ് ചെയ്യും, സാർക്കോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യും അല്ലെ. സോ ദീസ് കാൽഷ്യം അയോൺസ്, it has an affinity. ഈ സാർക്കോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ സാർക്കോപ്ലാസത്തിൽ എന്താ ഇരിക്കുന്നത്, മയോഫൈബ്രിൽസ് ആയിരിക്കുന്നത്. മയോഫൈബ്രിൽസ് എന്താ ഉള്ളത്, ആക്ടിൻ മയോസിൻ ഫിലമെന്റ്സ് ആണോ ഉള്ളത് അല്ലെ. അപ്പൊ ഈ കാൽഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, calcium when it enters inside the sarcoplasm, there it will stimulate the sarcoplasmic reticulum also to release enough amount of calcium. കുറച്ച് കാൽഷ്യം ഇന്റർസ്റ്റീഷ്യൽ സെൽസിൽ നിന്ന്, അതായത് ഇന്റർസെല്ലുലാർ സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന് കുറച്ച് കാൽഷ്യം എങ്ങോട്ട് കയറും, ഇതിന്റെ ഉള്ളിലേക്ക്, അതായത് സാർക്കോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് കയറും. ആ കാൽഷ്യം പോയിട്ട് ആരെ വിളിച്ചുകൊണ്ടുവരും, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കാൽഷ്യം സ്റ്റോറേജ് എന്നല്ലേ പറഞ്ഞിട്ടല്ലേ, അവിടെ പോയി കുറെ കാൽഷ്യത്തിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരും. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാൽഷ്യത്തിന് ഇറ്റ് ഹാസ് എൻ അഫിനിറ്റി വിത്ത് എ പ്രോട്ടീൻ കോൾഡ് ആസ് ട്രോപ്പോനിൻ. ട്രോപ്പോനിനായിട്ട് ഒരു അഫിനിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാൽഷ്യം പോയിട്ട് ട്രോപ്പോനിനെ വിളിച്ചുകൊണ്ട് വരും. ട്രോപ്പോനിനെ അവിടുന്ന് മാറ്റി കൊണ്ടുപോയാൽ ട്രോപ്പോമയോസിനെ ആ ആക്ടിൻ ബൈൻഡിങ് സൈറ്റിൽ അല്ലെങ്കിൽ ഈ ആക്ടിന്റെ മയോസിൻ ബൈൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ആ റീജിയനിൽ മാസ്ക് ചെയ്തിട്ടല്ലേ നിൽക്കുന്ന ട്രോപ്പോമയോസിൻ. അവിടെ നിന്ന് ട്രോപ്പോമയോസിന്റെ അറേഞ്ച്മെന്റ് തെറ്റിപ്പോവും. കാരണം എന്താ, ട്രോപ്പോനിനായിരുന്നു ട്രോപ്പോമയോസിനെ കറക്റ്റ് എക്സാക്ട് പൊസിഷനിൽ വെച്ചുകൊണ്ടിരുന്നത് അല്ലേ. അത് ആ ട്രോപ്പോനിൻ മാറിപ്പോയി കഴിയുമ്പോൾ ട്രോപ്പോമയോസിൻ ഇറ്റ് വിൽ എക്സ്പോസ് ദ ആക്ടിൻ ബൈൻഡിങ് സൈറ്റ് ഫോർ മയോസിൻ. മയോസിന് ആക്ടിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ് എക്സ്പോസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഹിയർ വൺസ് അഗൈൻ വി വിൽ സേ ദിസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം when it release the calcium as well as when calcium enters inside the sarcoplasm, this calcium will go and join with the troponin. Troponin will be removed from the tropomyosin. Tropomyosin will just express or it will expose the actin binding site in the actin filament, and we can see this actin binding site, when it is getting exposed, we can see this myromyosin containing actin binding site, it automatically go and join with the actin binding site here അല്ലെ. ഇവിടെ ഒരു actin binding site ഇല്ലേ, അത് നേരെ പോയിട്ട് ആരെ ബൈൻഡ് ചെയ്യും, ആക്ടിനെ ബൈൻഡ് ചെയ്യും. So when it is binding with actin,
that ATP molecule, it will be broken. അത് ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ ആക്റ്റിന്റെ സൈറ്റ് എക്സ്പോസ് ആവുന്ന ഗ്ലോബുലർ ആക്റ്റിൻ വേർ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ക്യാൻ ബൈൻഡ് ആ റീജിയൻ എക്സ്പോസ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റുമറിയോ, ഈ ATP ബൈൻഡിങ് സൈറ്റിലിരിക്കുന്ന ATP പെട്ടെന്ന് ഹൈഡ്രലൈസ് ചെയ്യും. കാരണം എന്താ, ഇവരൊരു പ്രവൃത്തി ചെയ്യാൻ പോവാണ്, അവരൊരു മെക്കാനിസം ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഹാപ്പൻ, ദിസ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഇറ്റ് വിൽ ഗോ ആൻഡ് ബൈൻഡ് വിത്ത് ദ ആക്റ്റിൻ, and there it will just make a structure like this. You just imagine this is the actin filament, and this is the myromyosin, and myromyosin it will make a bridge like structure like this. Ee bridge undakkunna eppada actin ivide expose avumana bridge undakkunna alle. So it will just bind like this and it will tilt like this, it will just tilt like this, it will pull this actin towards the center region. Okay, അപ്പോൾ എന്താവും, ഈ ആക്റ്റിൻ വന്നിട്ട് അതിൻ്റെ സെൻറ്റർ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണല്ലോ ഈ പ്രോസസ്സ് നടക്കുന്നത്. ഞാനിവിടെ ഇപ്പൊ ഇത് കാണിച്ചെന്ന് പറഞ്ഞെങ്കിലും ദ പ്രോസസ് ഇറ്റ് ഈസ് ഒക്കറിങ് ഇൻ ദിസ് പ്ലേസ്, റൈറ്റ്? അപ്പൊ നമ്മുടെ ഈ മയോസിൻ എങ്ങനെയാ ഇരിക്കുന്നത്, ആക്റ്റിൻ ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ. ആക്റ്റിൻ ഐ ആം ജസ്റ്റ് ഡ്രോയിങ് ലൈക്ക് ദിസ്, ഇവിടം വരെ ആക്റ്റിൻ ആണ്. അതേപോലെ മയോസിൻ ഐ ആം ജസ്റ്റ് ഷോയിങ് ലൈക്ക് ദിസ്. മയോസിന് ഞാൻ എന്താ ഈ ഒരു റീജിയനിലാണ് മയോസിൻ ഇരിക്കുന്നത്. മയോസിന് നമ്മൾ പറഞ്ഞു ഇറ്റ് വിൽ ബി ഹാവിങ് എ ടെയിൽ റീജിയൻ ആൻഡ് ഇറ്റ് ഹാസ് വൺ ഹെഡ് റീജിയൻ. സോ ദിസ് ഈസ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഈസ് here also it will be having a structure like this, alle da ee kanuna structure aanu njan ivide varachu vechittullet. So here when it is binding and making a cross bridge in the active site of actin binding, where we can see it is making a bridge like this, it will turn like this. Idendu ingane bridge undakite it will just turn like this, it will pull this actin filament towards the center region. Appo namukku da idu da ingane vannu valayunna kana, എന്നിട്ട് ഇതിനതാ ഇങ്ങോട്ട് തള്ളിവിടും. ഇങ്ങോട്ട് തള്ളിവിടുമ്പോൾ എന്തായി, ഇത് ഇങ്ങോട്ട് നീങ്ങി. അതേപോലെ തന്നെ ഈ സൈഡിൽ നടക്കും, ഇത് ഇങ്ങോട്ട് നീങ്ങും. So here we can see when the calcium is available, കാൽഷ്യം എത്രമാത്രം ഉണ്ടോ അത്രയും സമയം ഈ പറയുന്ന ട്രോപ്പോമയോസിൻ അതിന്റെ ഫങ്ഷൻ ചെയ്യാതെ നിൽക്കും. അതായത് ആ ആക്റ്റിൻ, ഗ്ലോബുലാർ ആക്റ്റിൻ മാസ്ക് ചെയ്യാതെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിന് എന്തിനെ കാണാൻ പറ്റും, ഗ്ലോബുലാർ ആക്റ്റിന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അല്ലെ? അപ്പൊ ഈ ATP ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് അത് ഹൈഡ്രലൈസ് ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് ഇത് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഒരു സ്ലൈഡിംഗ് മൂവ്മെന്റ് നടത്തുന്നു. സോ ഹിയർ വി ക്യാൻ സി ദ കൺട്രാക്ഷൻ ഓഫ് ദിസ് മസിൽ occurs by the sliding movement. It is explained by the sliding movement of the actin on myosin. ആക്റ്റിൻ മയോസിന്റെ മേലെ നടത്തുന്ന ഒരു സ്ലൈഡിംഗ് മൂവ്മെന്റ് വെച്ചിട്ടാണ് ശരിക്കും അതിന്റെ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന് ഈ ATP when it is hydrolyzing it will make the bond or cross bridge and it will make a sliding movement also. ഒരു 2/3 എനർജി എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നറിയോ, ഇതിന്റെ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഇതിനെ മുമ്പിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനും. 1/3 ഓഫ് എനർജി ഇറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ ഡിറ്റാച്ചിങ് ദ ക്രോസ് ബ്രിഡ്ജ് ഫ്രം ഇറ്റ്. എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഇത്രയും മൂവ് ചെയ്തു, ഇതാണ് ആക്റ്റിൻ, ഇത് നമ്മുടെ മയോസിൻ. ഇറ്റ് ഹാസ് ജസ്റ്റ് മെയ്ഡ് എ ടിൽറ്റ് ലൈക്ക് ദിസ്, ഇറ്റ് ഹാസ് മൂവ്ഡ് ലൈക്ക് ദിസ്. ഇനി ഇതിന് എന്ത് ചെയ്യണം, ഇനി അടുത്ത ആക്റ്റിൻ പോയി ഇതിനെ ബൈൻഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങോട്ട് പോരണം, എന്നാൽ മാത്രം അത് ഇതിന് ഇവിടെയുള്ള ഒരു ആക്റ്റിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഈ ഡിറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് 1/3 ഓഫ് ATP എനർജി ഈസ് യൂസ്ഡ്, ബട്ട് 2/3 ഓഫ് ATP എനർജി ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ക്രോസ് ബ്രിഡ്ജ് ആൻഡ് ദ സ്ലൈഡിംഗ് മൂവ്മെന്റ്. 1/3 of ATP energy it is used for detaching the cross bridge from it. അപ്പോഴത്തേക്കും എന്താവും, അടുത്ത ആക്റ്റിന്റെ ബൈൻഡിങ് സൈറ്റ് ഇവിടെ എക്സ്പോസ് ആയിട്ടുണ്ടാവും. ഇവിടുന്ന് ക്രോസ് ബ്രിഡ്ജ് വിട്ടപ്പോഴത്തേക്കും എന്താവും എന്ന് ചോദിച്ചാല് ATP ബൈൻഡിങ് സൈറ്റിൽ അടുത്ത ATP ഒന്ന് വേഗം ബൈൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാല് ATP ADP ഇൻഓർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യും ഹൈഡ്രോലൈസിസ് കഴിഞ്ഞിട്ട്. ഇത് ATP ബൈൻഡിങ് സൈറ്റ് ആയി, ADPന് അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താവും, ADP ഉണ്ടായത് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. സോ ദ നെക്സ്റ്റ് ATP വിൽ ബി ബൗണ്ട് ഇൻ ദാറ്റ് റീജിയൻ. സെയിം ടൈം ദിസ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഇറ്റ് വിൽ ബി എക്സ്പോസ്ഡ് വിത്ത് നെക്സ്റ്റ് ഗ്ലോബുലർ ആക്റ്റിൻ വേർ ഇറ്റ് ക്യാൻ ബൈൻഡ്. ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിന് അടുത്ത ഗ്ലോബുലർ ആക്റ്റിൻ എവിടെയാണ് അത് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ റീജിയനിലേക്ക് അതിനെ
expose ചെയ്യും. So what happened? They will just detach from here, they will make another bond in this region, again they will tilt like this, they will make a movement like this. So here we can see a summation of this kind of movement or the sliding movement occurs on myosin by actin. Actin will be showing a sliding movement on the myosin filament. This summation of this sliding movement, it will give a high contraction rate. അതൊരു high contraction rate ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. See here, ഈ ഇതും കൂടി കൂടിയിട്ട്, അതായത് ആക്റ്റിനും മയോസിനും കൂടി കൂടിയിട്ടാണ് കൺട്രാക്ഷൻ നടത്തുന്നത്. കൺട്രാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സ്ലൈഡിങ് തിയറിയാണ്, അത് സ്ലൈഡിങ് തിയറിയാണ് കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് ആക്റ്റിൻ മയോസിന്റെ മേലെ സ്ലൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം ആക്റ്റിൻ 3 തരത്തിലുള്ള പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ കാൽഷ്യം വന്നു കഴിയുമ്പോൾ ട്രോപ്പോനിന്റെ വലിയ ഫ്രണ്ടാണ് കാൽഷ്യം. അപ്പോൾ കാൽഷ്യം വന്ന് ട്രോപ്പോനിനെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ട്രോപ്പോ മയോസിൻ വന്നിട്ട് ഇരിക്കേണ്ട അടുത്ത് എടുക്കാതെ അത് ആ ATP ആ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ബൈൻഡ് ചെയ്യാൻ പറ്റിയ ഗ്ലോബുലാർ ആക്റ്റിനെ മാസ്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒക്കെ എക്സ്പോസ് ചെയ്ത് കൊടുക്കും. അപ്പൊ സെയിം ടൈം ഈ മയോസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ATP ബൈൻഡിങ് സൈറ്റ് ഓൾറെഡി ATPനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് വെറുതെ ഇരിക്കുന്ന കാരണം അവർക്ക് ആക്റ്റിനെ കിട്ടുന്നില്ല ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ട്രോപ്പോമയോസിൻ മാറി കൊടുക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിന് ആക്റ്റിന്റെ ഗ്ലോബുലാർ ആക്റ്റിൻ എവിടെയാണോ ബൈൻഡ് ചെയ്യേണ്ടത് ആ ആക്റ്റിനെ കാണാൻ പറ്റും. സോ വാട്ട് ഹാപ്പൻ? ഇറ്റ് വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു ദാറ്റ് ആക്റ്റിൻ മോളിക്യൂൾ. ഒന്നത് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി എഴുന്നേക്കുമ്പോഴത്തേക്കും, അതായത് ആ ആം പൊക്കുമ്പോഴത്തേക്കും എന്താവും, ഈ ATP ഹൈഡ്രലൈസ് ചെയ്തിട്ട് ADP ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കി പെട്ടെന്ന് ടിൽറ്റ് ചെയ്ത് അത് ഇങ്ങനെ ഒരു സ്ലൈഡിങ് മൂവ്മെന്റ് നടക്കും. അതായത് ഇതെങ്ങനെ വന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്ത് ഇതെങ്ങനെ ഇങ്ങോട്ട് മുമ്പിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ആ മുമ്പിലേക്ക് മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മയോസിന് അടുത്ത ആക്റ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത ആക്റ്റിൻ ഇങ്ങോട്ട് വന്നത് ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും അടുത്ത ആക്റ്റിന് ഇതിനെ ബൈൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ വാട്ട് ഹാപ്പൻ? they will just detach from here. ഇപ്പോൾ ഇവിടെ 3 പ്രോസസ്സാണ് നടക്കുന്നത്. ഒന്ന് ആക്റ്റിനെ ബൈൻഡ് ചെയ്യുക, ഒന്ന് ഇതിന് സ്ലൈഡിങ് മൂവ്മെന്റ്സ് ചെയ്യിക്കുക, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിലീസ് ചെയ്യുക. ആ ആക്റ്റിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കുകയും അതുപോലെ സ്ലൈഡിങ് മൂവ്മെന്റ് നടത്തുകയും ചെയ്യുന്നതിന് 2/3 ഭാഗം എനർജി ATP ഹൈഡ്രലൈസ് ചെയ്തതിന്റെ യൂസ് ചെയ്യും. ബാക്കി 1/3 ഭാഗം എനർജി ഈ ക്രോസ് ബ്രിഡ്ജ് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്രോസ് ബ്രിഡ്ജ് ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ATP മോളിക്യൂളിലൂടെ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദ next actin, when it is exposed to this myosin, it will go and bind to the next actin with its actin binding site. എന്നിട്ട് അത് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. Now the calcium, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്ന അനുസരിച്ചാണ് കാൽഷ്യം ഉള്ളിലേക്ക് കയറുന്നത് അല്ലേ. അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിന്റെ മെസ്സേജ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ മെസ്സേജ് കൊടുക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്കാണ് അത് മെസ്സേജ് കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓൾ കാൽഷ്യം വിൽ ബി റിമൂവ്ഡ് ഔട്ട് ഫ്രം ദ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിലേക്ക് കയറിയ കാൽഷ്യം ആയിരുന്നു ആരെ വിളിച്ചുകൊണ്ട് വന്നത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഇരിക്കുന്ന കാൽഷ്യത്തിനെ വിളിച്ചുകൊണ്ട് വന്നത് അല്ലെ. അപ്പൊ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഇരിക്കുന്ന കാൽഷ്യത്തിനെ വിളിച്ചുകൊണ്ട് വന്ന കാൽഷ്യം ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ കാൽഷ്യത്തിന് കമ്പനി ഇല്ലാണ്ടാവും. അവര് വേഗം എന്ത് ചെയ്യും? നേരെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിലേക്ക് തന്നെ കയറും. എന്ന് പറഞ്ഞാൽ ട്രോപ്പോനിന് പിന്നെ കാൽഷ്യത്തിന്റെ ഒപ്പം കളിക്കാൻ കിട്ടില്ല. സോ വാട്ട് ഹാപ്പൻ? ദ ട്രോപ്പോനിൻ ഇറ്റ് വിൽ ബിക്കം functional. They will go and bind to the tropomyosin. അയ്യോ ഞാൻ ഇത്ര നേരം ഇവിടുന്ന് പോയായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ട്രോപ്പോമയോസിനെയൊക്കെ പിടിച്ചിട്ട് എന്തിന്റെ മേലേക്ക് വലിച്ചിടും? ആ ആക്റ്റിന്റെ ആക്റ്റീവായിട്ടുള്ള ആക്റ്റിന്റെ മേലേക്ക് അതിനെ റാപ്പ് അറൗണ്ട് ചെയ്ത് നിർത്തും. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ആക്റ്റിൻ മാസ്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ്. സോ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻ? ദ കൺട്രാക്ഷൻ വിൽ ബി സ്റ്റോപ്ഡ്. ഇനി കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് രണ്ടും ഇങ്ങോട്ടാ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്നത് അല്ലെ. സോ ഹിയർ വി ക്യാൻ സി ദ ഐ ബാൻഡ് ഇറ്റ് ഈസ് ജോയിനിങ് ടു ദിസ് എ ബാൻഡ് റീജിയൻ. സോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദിസ് സാർക്കോമിയർ ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ ബാൻഡ്. ഐ ബാൻഡ് ലെങ്ത് വിൽ ബി റെഡ്യൂസ്ഡ്. ഐ ബാൻഡിന്റെ ലെങ്ത് എങ്ങനെയായിരിക്കും? ഒട്ടും ഇല്ലാണ്ടായി പോകും അല്ലെ. ഐ ബാൻഡ് നേരെ ഇങ്ങോട്ട് വന്ന് ഇതിന്റെ നേരെ വന്നിട്ടായിരിക്കും നിൽക്കുക. ഈ ഐ ബാൻഡ് രണ്ടും കൂടി കൂടിയിട്ട് എവിടെ ജോയിൻ ചെയ്യും? സെന്റർ റീജിയനിൽ ജോയിൻ ചെയ്യും. അപ്പോഴും നമ്മുടെ എ ലൈൻ ഇറ്റ് വിൽ നോട്ട് ബി ഓർ എ ബാൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ചേഞ്ചിങ്. എ ബാൻഡ്
ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ആ സാർക്കോമിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ എ ബാൻഡിന് തുല്യമായിട്ട് മാറും എപ്പോ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് കേട്ടോ. സോ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് വി ക്യാൻ സി ദ സാർക്കോമിയർ റീജിയൻ ഇറ്റ് ഈസ് റെഡ്യൂസിങ് ദ സൈസ് ഓഫ് എ ബാൻഡ്. A band myosin size is not getting changed or length is not getting changed, but we can see I band it will be completely disappear during the contraction of this muscle. ഇനി ഈ കാൽഷ്യത്തിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ പ്രോസസ്സും എന്തായിട്ട് മാറും? നോർമലായിട്ട് മാറും. സോ ദ മസിൽ വിൽ അണ്ടർഗോ റിലാക്സേഷൻ. ഇനി a summation of this contraction it may lead to muscle fatigue. നമുക്കറിയാം നമ്മൾ കുറേ സമയം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കെലിറ്റൽ മസിൽസിനൊക്കെ പെയിൻ വരും അല്ലേ? because this ATP molecule it is continuously required for the contraction of a muscle. ATP molecule കൂടുതൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഓക്സിജന്റെ റിക്വയർമെന്റ് ഒരുപാട് വേണം അല്ലേ? നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്കെലിറ്റൽ മസിൽസ് കൊണ്ടുള്ള എക്സസൈസ് ചെയ്താൽ ഒരുപാട് ഓടുക, ഒരുപാട് എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് വല്ലാതെ കൂടുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രീത്തിങ് റേറ്റ് കൂടുന്നത്? ഓക്സിജന്റെ കൺസംഷൻ അവിടെ കൂടുതലാണ്, ഓക്സിജന്റെ റിക്വയർമെന്റ് കൂടുതലാണ്. കാരണം എന്താ? ആ ഓക്സിജൻ യൂസ് ചെയ്തിട്ടുള്ള എയ്റോബിക് റെസ്പിറേഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദ ഓക്സിജൻ റിക്വയർമെന്റ് ആസ് ഇറ്റ് ഈസ് മോർ വി നീഡ് ടു ബ്രീത്ത് മോർ ടൈം. അതേപോലെ നമ്മൾ എത്ര ഹൈ ആയിട്ട് ബ്രീത്ത് ചെയ്താലും ഒരു പക്ഷേ നമ്മുടെ സ്കെലിറ്റൽ മസിലിന്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഓക്സിജൻ കിട്ടിയെന്ന് വരില്ല. സോ വാട്ട് ഹാപ്പൻ? ദിസ് സ്കെലിറ്റൽ മസിൽ ഇറ്റ് വിൽ അണ്ടർഗോ അനേറോബിക് റെസ്പിറേഷൻ ഓൾസോ. അപ്പോൾ അനേറോബിക് റെസ്പിറേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ റെസ്പിറേഷൻ പ്ലാൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇഫ് ദർ ഈസ് നോ ഓക്സിജൻ ഇൻ ദ മസിൽസ് ആൻഡ് ഓൾ ഇറ്റ് ക്യാൻ അണ്ടർഗോ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടന്നാൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് 2 ATP മോളിക്യൂൾ മാത്രം കിട്ടി. ബാക്കി ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മസിൽ സെല്ലിന്റെ ഉള്ളിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ലാക്റ്റിക് ആസിഡ് മസിൽ സെല്ലിന്റെ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ സെല്ല് വന്നിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്ന പോലെയാവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് മസിൽ ഫറ്റീഗ്. അതിനെയാണ് നമ്മൾ മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. ഈ മസിൽ ഫറ്റീഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് മസിലിനൊക്കെ വല്ലാത്ത പെയിൻ ആയിരിക്കും അല്ലെ? നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ഇപ്പൊ കാലും കൊണ്ടുള്ള എക്സസൈസ് ആണെങ്കിൽ കാലിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ കുറെ കഴിയും ആ ലാക്റ്റിക് ആസിഡ് കംപ്ലീറ്റ് നമ്മുടെ മസിൽ സെല്ലിൽ നിന്ന് റിമൂവ് ആവുന്നത് വരെ ആ പെയിൻ അവിടെ നിൽക്കും. പതുക്കെയാണ് ആ മസിൽ ഫറ്റീഗ് മാറുള്ളൂ അല്ലെ? അത് സാധാരണ നമ്മൾ കുറെ ഇങ്ങനെ തിരുമ്മി തടവിയൊക്കെയാണ് ഈ പറയുന്ന ലാക്റ്റിക് ആസിഡ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട്, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ലാക്റ്റിക് ആസിഡ് പോവുകയും നമ്മുടെ മസിലിന്റെ പെയിൻ റിലീവ് ആവുകയും ചെയ്യും. അതേപോലെ നമ്മൾ പറഞ്ഞു ATP എനർജി ഇറ്റ് ഈസ് ഹൈലി റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞു. സ്കെലിറ്റൽ മസിലില് ഓക്സിജനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഓക്സിജൻ റിസർവോയർ ഉണ്ട്. അതായത് ഓക്സിജൻ ട്രാൻസ്പോർട്ടർ അല്ല, ഓക്സിജൻ റിസർവോയർ ഉണ്ട്. അത് മയോഗ്ലോബിൻ ആണ് കേട്ടോ. ഈ മയോഗ്ലോബിൻ ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ? ഈ ഹീമോഗ്ലോബിൻ കൊണ്ട് കൊടുക്കുന്ന ഓക്സിജനെ മയോഗ്ലോബിൻ കുറച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം ദാറ്റ് ഈസ് എൻ ഓക്സിജൻ റിസർവോയർ. നമ്മൾ പറയില്ലേ ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്, അപ്പൊ അവര് കുടുംബനാഥം പോയി ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാശിന്റെ ഒരു ചെറിയൊരു ശതമാനം അമ്മ എവിടെയെങ്കിലും പാത്തു വെക്കും. അത് പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത്രയും ക്രൈസിസ് വന്നാലാണ് അമ്മ അത് വിട്ടുകൊടുക്കുള്ളൂ. അങ്ങനെ ഒരു സാധാരണ ഒരു കുടുംബങ്ങളിൽ, ഒരു ആവറേജ് കുടുംബങ്ങളിലൊക്കെ കാണുന്ന കാര്യമാണത് അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ മസിൽ ഫൈബറില് ഓക്സിജൻ മോളിക്യൂളിന്റെ സ്കാർസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ടിഷ്യൂ ആണ് മസ്കുലാർ ടിഷ്യൂ, അതും സ്കെലിറ്റൽ മസിൽസ്. അപ്പൊ അവിടെ ഹീമോഗ്ലോബിൻ കൊണ്ട് കൊടുക്കുന്ന ഓക്സിജനെ മയോഗ്ലോബിൻ റിസർവ് ചെയ്ത് വയ്ക്കും. ഒരുപാടൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മസിൽ ഫൈബറിൽ 5% ഓക്സിജൻ പോലും ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ആര് വിട്ടുകൊടുക്കുള്ളൂ? മയോഗ്ലോബിൻ. അത്രയും സ്കാർസിറ്റി ഉള്ള കേസിൽ അത് വിട്ടുകൊടുക്കുള്ളൂ. ഏറ്റവും കൂടുതൽ മയോഗ്ലോബിൻ ഉള്ള മസിൽ ഫൈബറിനെ നമ്മൾ റെഡ് മസിൽ ഫൈബർ എന്ന് പറയും. ഓക്കെ, ഏറ്റവും കൂടുതൽ മയോഗ്ലോബിൻ ഉള്ള മസിൽ ഫൈബർ നമ്മൾ റെഡ് മസിൽ ഫൈബർ എന്ന് പറയും. സാധാരണ മയോഗ്ലോബിൻ കൂടുതലായിട്ട് ഉണ്ടാകുന്ന കൂടുതൽ മസ്കുലാർ ആക്ടിവിറ്റി, സ്കെലിറ്റൽ മസ്കുലാർ ആക്ടിവിറ്റി നടക്കുന്ന ഓർഗാനിസത്തിന്റെ മസിൽസിലാണ്. അതേപോലെ മയോഗ്ലോബിൻ കുറവായിരിക്കും ചില മസിൽ സെൽസിൽ. അങ്ങനത്തെ മസിൽ ഫൈബർ നമ്മൾ വൈറ്റ് മസിൽ ഫൈബർ എന്ന് പറയും. പക്ഷേ ഈ മസിൽ ഫൈബർ സ്കെലിറ്റൽ മസിൽസിലെല്ലാം മൈറ്റോകോൺട്രിയയുടെ നമ്പർ ഒരുപാട് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എയ്റോബിക് റെസ്പിറേഷൻ ഒരുപാട് നടക്കുകയും ഒരുപാട് ATP മോളിക്യൂൾ ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ
നമ്മളവിടെ ഒരുപാട് മൈറ്റോകോൺട്രിയനെ കാണുന്നത് കേട്ടോ. അപ്പോൾ മയോഗ്ലോബിൻ കൂടുതലുള്ള മസിലിനും റെഡ് മസിൽ ഫൈബറും അതുപോലെ മയോഗ്ലോബിൻ കുറവുള്ളതിന് നമ്മൾ വൈറ്റ് മസിൽ ഫൈബർ എന്ന് വിളിക്കും. നമ്മൾ റെഡ് മീറ്റ് വൈറ്റ് മീറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ വേറൊരു അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ATPയുടെ റിക്വയർമെന്റ് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. കാരണം എന്താ, മയോസിന് ഓരോ പ്രാവശ്യവും സ്ലൈഡിങ് മൂവ്മെന്റ് ചെയ്യിപ്പിക്കുമ്പോഴും ATP മോളിക്യൂൾ വേണം. അതേപോലെ തന്നെ ഈ മസിലിൽ ATP ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ദ ഫോം ഓഫ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിലും എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് മസിൽ സെല്ലിൽ കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ATPയിൽ സ്റ്റോർ ചെയ്യുന്നേക്കാൾ കൂടുതൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും സ്കാഴ്സിറ്റി വന്നാൽ, ATPയുടെ സ്കാഴ്സിറ്റി വന്നാൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റും ഒരു ചെറിയ റോൾ എടുക്കുന്നുണ്ട് ATPനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ATP ADP ഇൻഓർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറിയ ADP കുറെ കാണുമല്ലോ സെല്ലിന്റെ ഉള്ളില്, സർക്കോപ്ലാസത്തിന്റെ ഉള്ളില്. അപ്പൊ ഈ ADPയിലേക്ക് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിനെ കൊടുക്കുമ്പോൾ ആ ATPക്ക് കുറച്ച് അധികം എനർജി ഉണ്ടാവും. കാരണം ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഈസ് ഹൈലി എനർജിക് ദാൻ ATP എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റില് ഫോസ്ഫേറ്റ് ഡിറ്റാച്ച് ചെയ്യും. ദാറ്റ് വിൽ ബി ജോയിൻ വിത്ത് ADP molecule to form the ATP molecule. That ATP molecule will be having more energy as compared to normal ATP molecule. അപ്പൊ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആണ് അവിടെ എനർജി സ്റ്റോർ ഹൗസ് ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മസിൽ ഫൈബറിൽ കാണുന്ന ഒരു എനർജി കറൻസിയാണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദിസ് മസിൽ ഫൈബർ. ഇതിന് എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗെയിൻ ഇഫ് ഇറ്റ് ഈസ് നീഡഡ്. ഓക്കെ, സാധാരണ കുട്ടികളുടെ ഈ സ്കെലറ്റൽ മസിലിൽ പറയുമ്പോൾ ഈ ആക്റ്റിനും മയോസിനും അതെങ്ങനെയാണ് അതിൻ്റെ കൺട്രാക്ഷൻ, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എങ്ങനെയാണ് അത് റിലീസ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ചെറിയ ഡൗട്ടൊക്കെ നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. Try to understand from this. If you are not understanding, you can just comment on this. I'll explain again, like which portion if you didn't get, if you say, I'll explain that once again.